എല്ലാവർക്കും ഉത്ഥാന തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഒരു അപ്പൂപ്പനെയും അമ്മൂമ്മയും പരിചയപ്പെട്ടു. അപ്പൂപ്പൻ ശ്വാസമുട്ടായിട്ടാണ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്. വെള്ളിയാഴ്ചയാകുമ്പോഴേക്കും പോകാമെന്നാണ് അവർ വിചാരിച്ചത്. ശ്വാസമുട്ട് കുറവാകാത്തത് കൊണ്ട് അപ്പൂപ്പൻ പെസഹ വ്യാഴാഴ്ചയും വലിയ ദിവസങ്ങളിലൊക്കെ അവിടെ തന്നെയായിരുന്നു. അന്ന് രാവിലെ പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റിയില്ല, പള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. രണ്ടുപേരും വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് ഞാൻ ആ മുറിയിൽ ചെന്നപ്പോൾ അപ്പൂപ്പനും അമ്മയും വളരെ സന്തോഷമായിരിക്കുന്നു. അവര് പറഞ്ഞു, എൻ്റെ മക്കള് വന്നു, പാൽകുറുക്കും കൽത്തപ്പവുമായി കടന്നു വന്ന് വീട്ടിൽ ഞങ്ങൾ എങ്ങനെ ആഘോഷിക്കുന്നോ അതുപോലെ ഞങ്ങളിവിടെ ആഘോഷിച്ചു. മക്കളുടെ സാന്നിധ്യം ആ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകി. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമുള്ളതായി മാറട്ടെ. അതാണ് ഈസ്റ്റർ. യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് ശിഷ്യന്മാർക്ക് സന്തോഷം നൽകുകയാണ് ചെയ്തത്. ഇതുപോലെ ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ മൊബൈൽ ഫോണുകളും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് എൻ്റെ അമ്മയോടും അപ്പനോടും കുടുംബത്തോടൊപ്പം ചേർന്നിരിക്കുക, അടുക്കളയിൽ ജോലി ചെയ്യുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യുക. അങ്ങനെ സന്തോഷം നൽകുന്ന സാന്നിധ്യമാകുമ്പോൾ അതാണ് ഉത്ഥാന തിരുനാൾ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.